നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 29. അങ്ങനെ നമ്മൾ ഈ ആഴ്ചയിലെ അവസാന ട്രേഡിംഗ് സെഷനിലേക്ക് എൻ്റർ ആവുകയാണ്. ബുധനാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റിൽ കാര്യങ്ങൾ മാറി മറിയുകയും ചെയ്തു, എസ്പെഷ്യലി വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. എങ്കിലും ഇന്നലെ വന്ന പുതിയ ഡെവലപ്മെന്റ്സുകളെ തുടർന്ന് വീണ്ടും മാർക്കറ്റുകൾക്ക് റിക്കവർ നടത്തുവാനും സാധിച്ചു. മാത്രമല്ല എണ്ണയുടെ വിലയിലും ഇടിവും രേഖപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഹോർമൂസ് കടലിടുക്കിന് സമീപം യുഎസിന്റെ വിമാനം വെടിവെച്ചിട്ടതായിട്ട് ഇറാൻ അവകാശം ഉന്നയിച്ചെങ്കിലും യുഎസ് ഇതിനെ നിഷേധിക്കുകയും ചെയ്തു. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി യുഎസും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ വീണ്ടും 60 ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനത്തിന്റെ സൂചനകൾ വരികയുണ്ടായി. അതായത് 60 ദിവസത്തേക്കുള്ള കരാർ ഇറാനും യുഎസും അംഗീകരിച്ചെങ്കിലും പ്രസിഡന്റ് ട്രംപിന്റെ ഔദ്യോഗികമായിട്ടുള്ള അപ്രൂവൽ ഇതിനാവശ്യമായിട്ടുണ്ട്. ഇതുവരെ അത് നൽകിയിട്ടുമില്ല. അതിനുള്ള വെയിറ്റിംഗിലാണ് ഗ്ലോബൽ മാർക്കറ്റും. ഒരുപക്ഷെ വരും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരങ്ങളിലായിട്ട് ഔദ്യോഗികമായ പ്രഖ്യാപനം വരികയും ചെയ്യാം. എങ്കിലും മാർക്കറ്റിൽ നമ്മൾ കെയർഫുൾ ആകേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ ഈ വീക്കെൻഡിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം സംഭവിക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കുകയും ചെയ്യാം. അതിനാൽ തന്നെ എസ്പെഷ്യലി ഓപ്ഷൻ റൈറ്റേഴ്സ് ഒക്കെ ഈ വീക്കെൻഡിൽ ഓവർനൈറ്റ് പൊസിഷൻസ് ഒക്കെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നവർ 2 പ്രാവശ്യം ചിന്തിച്ചിട്ട് ചെയ്യുക. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്റർഗ്ലോബ് ഏവിയേഷൻ, ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗർ, BEML, ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ്, ഗുജറാത്ത് ഗ്യാസ്, GVK പവർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, ഐനോക്സ് വിൻഡ്, IPCA ലാബോറട്ടറീസ്, ലൂമാക്സ് ഓട്ടോ ടെക്നോളജീസ്, നാറ്റ്കോ ഫാർമ, ഒലക്ട്ര ഗ്രീൻ ടെക്, റൂബിക്കോൺ റിസർച്ച് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്നവയുടെ ക്വാർട്ടർ 4 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെ അഭിപ്രായങ്ങൾ പ്രകാരം കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഇന്നും നിഫ്റ്റിക്ക് അപ്പർ സൈഡിലേക്ക് 24,000 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിൽ മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ തുടർന്ന് 24,100, 24,300 എന്നീ ലെവലുകളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. അതേസമയം 23,800 എന്ന ലെവൽ നിഫ്റ്റി ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയാണെങ്കിൽ, മാത്രമല്ല അപ്പർ സൈഡിലേക്ക് 24,100 എന്ന ലെവലും മറികടക്കുവാൻ ഇന്ന് നിഫ്റ്റിക്ക് സാധിക്കുന്നില്ലെങ്കിൽ കൺസോളിഡേഷൻ ഉള്ള സാധ്യതകൾ തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ അതേസമയം 23,800 എന്ന ലെവലിലാണ് നിഫ്റ്റിയുടെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 20-day EMA നിലകൊള്ളുന്നതും. ആയതിനാൽ തന്നെ ഇന്ന് നിഫ്റ്റിക്ക് ഈ ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് ഒരു പക്ഷേ 23,700, 23,600 എന്നീ ലെവലുകളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാൻ ആവുകയുമില്ല. അതേസമയം 23,600 എന്ന ലെവലും നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും വർദ്ധിച്ചേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ബുധനാഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ കൺസോളിഡേഷൻ തുടർന്നെങ്കിലും നെഗറ്റീവ് ബയാസോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. എങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ബുധനാഴ്ചയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 1,042.70 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടർന്നപ്പോൾ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3,821 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടർന്നു. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് 0.5% ICICI ബാങ്ക് ADRന് ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടിയും, ഇൻഫോസിസ് ADRന് 2.5%-ലേറെയും, വിപ്രോ ADRന് 18%-ന്റെയും നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ഡോക്ടർ റെഡ്ഡീസിന് 0.5%-അടുത്തും HDFC ബാങ്കിന് 0.5%-ന്റെയും നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റിൽ വീണ്ടും വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുഎസും ഇറാനും തമ്മിൽ 60 ദിവസത്തേക്കായിട്ടുള്ള വെടിനിർത്തൽ കരാർ നിലവിൽ വന്നേക്കാമെന്നുള്ള റിപ്പോർട്ട്സ് പുറത്തു വന്നതിനെ തുടർന്ന് S&P 500-നും നാസ്ഡാക്കിനൊക്കെ ഫ്രഷ് റെക്കോർഡ് ഹൈകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി S&P 500-ന് 0.58%-ന്റെയും നാസ്ഡാക്കിന് 1%-അടുത്തും നേട്ടം കൈവരിക്കുവാനുമായി. എങ്കിലും യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവിൽ ഫ്ലാറ്റ് ആയിട്ട് അഥവാ 22 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.25%-ന്റെയും ഫ്രാൻസ് മാർക്കറ്റിന്
0.5%-ത്തിനടുത്തും. ജർമ്മൻ മാർക്കറ്റിന് 0.5%-ലേറെയും നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നു. ബുധനാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നെഗറ്റീവ് അപ്ഡേറ്റ്സ് വന്നതിനെ തുടർന്ന് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ 200-ലേറെ പോയിന്റുകൾ ചോർന്നു പോയെങ്കിലും ഇന്നലെ വന്ന പോസിറ്റീവ് ന്യൂസിനെ തുടർന്ന് അവ തിരിച്ചുപിടിക്കുവാനുമായി. എങ്കിലും ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 1.5%-ലേറെയും കൊറിയൻ മാർക്കറ്റ് 2%-ലേറെയും നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളതും. കൊമോഡിറ്റിയിൽ ബ്രന്റ് ക്രൂഡിന്റെ വിലയിലും ക്രൂഡ് ഓയിലിന്റെ വിലയിലും നേരിയ ഇടിവാണ് അനുഭവപ്പെടുന്നതും. ബ്രന്റ് ക്രൂഡിന്റെ വില 92.29 എന്ന ലെവലിലേക്കും ക്രൂഡ് ഓയിലിന്റെ വില $88.27 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ഗോൾഡിന്റെ വില $4,493.96 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. PCR 0.85 എന്ന നിലയിലും മാക്സ് പെയിൻ 23,950 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. കഴിഞ്ഞ ദിവസവും നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് തുടരുവാനുമായി. കൺസോളിഡേഷനെ തുടർന്ന് RSIയും സൈഡ് വൈസ് ആയിരുന്നെങ്കിലും 51.35 എന്ന ലെവലിലായിട്ടാണ് ക്ലോസിംഗും രേഖപ്പെടുത്തിയത്. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. അതേസമയം പുട്ട് സൈഡിലേക്ക് 23,900 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. ഇതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ടാറ്റ LXI ഹെൽത്ത് കെയർ മെഡിക്കൽ ടെക്നോളജി കമ്പനികൾക്കായിട്ട് AI നേറ്റീവ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോമായ അനാട്ടൽ ആരംഭിച്ചതായിട്ട് കമ്പനി പ്രഖ്യാപിച്ചു. സൈഡസ് ലൈഫ് സയൻസ് ഗുജറാത്തിലെ അങ്കലേശ്വർ ഫെസിലിറ്റിക്ക് US FDAയുടെ ഭാഗത്ത് നിന്നും എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ലഭിച്ചു. റിലയൻസ് ഇൻഡസ്ട്രീസ് കമ്പനി അംഗങ്ങളുടെ 49ാമത്തെ ആനുവൽ ജനറൽ മീറ്റിംഗ് ജൂൺ 19 നടക്കും. ഫിസിക്സ് വാല പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ 4 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 293.1 കോടി രൂപ നഷ്ടത്തിൽ നിന്നും ഇത്തവണ ലോസ് കുറച്ചുകൊണ്ട് 74.9 കോടി രൂപയായിട്ട് ലോസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂവില് 50.7% വർധനവും രേഖപ്പെടുത്തി. അശോക് ലൈലാൻഡ് പ്രോഫിറ്റില് 14.2%, റവന്യൂവില് 17.4% വർധനവ് രേഖപ്പെടുത്തി. ദീപക് ഫെർട്ടിലൈസേഴ്സ് പ്രോഫിറ്റില് 49.7% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 12.9% വർധനവും രേഖപ്പെടുത്തി. ബാറ്റ ഇന്ത്യ പ്രോഫിറ്റില് 95.2% ഇടിവാണ് രേഖപ്പെടുത്തിയത്. എങ്കിലും റവന്യൂവില് 5% വർധനവും രേഖപ്പെടുത്തി. GMR എയർപോർട്ട്സ് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 237.6 കോടി രൂപ ലോസിൽ നിന്നും ഇത്തവണ 302.4 കോടി രൂപയുടെ പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തു. റവന്യൂവില് 37% വർധനവും രേഖപ്പെടുത്തി. PG ഇലക്ട്രോപ്ലാസ്റ്റ് പ്രോഫിറ്റില് 55.3%, റവന്യൂവില് 10.1% ഇടിവ് രേഖപ്പെടുത്തി. HG ഇൻഫ്ര എഞ്ചിനീയറിംഗ് പ്രോഫിറ്റില് 42.1% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 4.8% വർധനവും രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.